നിയമസഭാ ബജറ്റ് സമ്മേളനത്തിനുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ശേഷം കരട് പ്രസംഗം ഗവർണർക്ക് അയക്കും. 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. നിയമസഭാ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ നയപ്രഖ്യാപന പ്രസംഗ ചർച്ചകൾ സഭയ്ക്ക് പുറത്ത് സജീവമാകുകയാണ്. സർക്കാരും ഗവർണറും ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകളുടെ പ്രസക്തി. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിലെത്തും. മന്ത്രിസഭ അംഗീകരിച്ച ശേഷം കരട് ഗവർണർക്ക് വിടും. കരട് പ്രസംഗം ഗവർണർ അംഗീകരിക്കേണ്ടതുണ്ട്. നേരത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഖജനാവിൽ നിന്നും പണമെടുത്ത് പെൻഷൻ നൽകുന്ന രീതിക്കെതിരെ ഗവർണർ നിലപാട് കടുപ്പിച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കാതെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒടുവിൽ സർക്കാർ അനുനയത്തിന് ശേഷമായിരുന്നു ഗവർണർ കരട് പ്രസംഗത്തിന് അംഗീകാരം നൽകിയത്. ചില ബില്ലുകളിലെയും സർവകലാശാല വിഷയത്തിലെയും നിലപാടുകളിൽ ഗവർണർക്കെതിരായ വിമർശനം ഉൾപ്പെടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെട്ടേക്കാം. നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കരട് പ്രസംഗത്തിന് അംഗീകാരം ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 25-ന് നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനം തുടങ്ങേണ്ടത്. ഫെബ്രുവരി 5-നാണ് ബജറ്റ്. ജനം, തിരുവനന്തപുരം.